ശ്രീയത്ത് സലാം, അയ്യപ്പന്റെ ഒരു തരി സ്വർണം കട്ടവൻ ആരായാലും പിടിയിലാകണം എന്നുള്ളതാണ്, ആ സ്വർണം തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് സർക്കാരിന്റെയും CPM-ന്റെയും നിലപാടെന്ന് ആവർത്തിച്ച് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, സർക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവർ ഇങ്ങനെ ജാമ്യത്തിലിറങ്ങുന്നതിൽ ഒരാശങ്കയും നിങ്ങളുടെ ആരുടെയും ഒരു പ്രതികരണമായി കണ്ടില്ല. ഇതാ 3 പ്രതികൾ, 3 പേർ ഓരോരുത്തരായി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അടുത്തത് പോറ്റിയുടെ ഊഴമാണ്. അതൊരു ആശങ്ക വേണ്ടേ? അങ്ങനെ ഒരു ആശങ്ക നിങ്ങളുടെ ആരുടെ ഭാഗത്തുനിന്നും കാണാത്തത് എന്തുകൊണ്ടാണ്? ആശങ്കയില്ലാത്ത പ്രശ്നമല്ല സ്മൃതി. ഇതിനകത്ത് ഇതിൽ ഒന്ന്, നേരത്തെ റോജി സംസാരിക്കുമ്പോൾ കോടതിയുടെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് രണ്ട് കോടതിയാണ് എന്നുള്ളത് പലപ്പോഴും അത് പറയാതെയാണ് പലപ്പോഴും പറയുക. ശ്രീ രാജഗോപാൽ സാറും ശ്രീ മധു മണിവലയ അവർ രണ്ടാളുകളും ഒരു രാഷ്ട്രീയമായ പക്ഷമില്ലാത്തതാണ് അവർ സംസാരിച്ചത്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു ശരിയായ സ്ഥിതി എന്താണെന്നും ഒരവസ്ഥ എന്താണെന്നുള്ള കാര്യം. ഗൗരവമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റോജി പറഞ്ഞ ജാമ്യം പരിഗണിക്കപ്പെടുന്ന സിംഗിൾ ബെഞ്ചാണ് ഈ പരാമർശത്തെ, റോജി പറഞ്ഞ പരാമർശം നടത്തിയേക്കുന്നത് സിംഗിൾ ബെഞ്ചാണ്. ഒരു പ്രതിയുടെ ജാമ്യം ചെല്ലുമ്പോൾ SITയുടെ ഒരു ആദ്യം മുതലേയുള്ള അന്വേഷണത്തെ മൊത്തം റിപ്പോർട്ടും ആ കോടതി വരുമോ? സാമാന്യമായി നമുക്കറിയാമല്ലോ. ഇപ്പോൾ അദ്ദേഹം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇവിടെ ഉണ്ടല്ലോ, വരുമോ? ആ കോടതി മുമ്പാകെ വരുന്ന വിവരം വെച്ചാണല്ലോ അത് സ്വാഭാവികമായിട്ട് കോടതിയുടെ ഒരു കമൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വിധിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണെങ്കിലും വരുന്നത്. ഇവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സ്വാഭാവികമായിട്ട് SITയുടെ എൻക്വയറിയുടെ റിപ്പോർട്ട് തുടക്കം മുതൽ ഈ നിമിഷം വരെയും പൂർണ്ണമായി പരിശോധിച്ചിട്ട് നാൾ വഴി ഉൾപ്പെടെ പരിശോധിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ SIT നമ്മൾ വേണേൽ കുറ്റം പറയാം, എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഞാനും വേണേ ഇരുന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും കൂട്ടമായി ഇരുന്ന് പറയാം. പക്ഷെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 17/10-ലാണ്. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 10/1-ലാണ്. 3 മാസം കഴിഞ്ഞിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു കേസിൽ. ആ കേസിൻ്റെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം കണ്ടില്ല എന്ന് ദ്വാരപാല ശില്പവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു കാര്യം പറയുന്നു. റോജി മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ശ്രീ VD സതീശൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പിന്നീടാണ് മാറി പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത്. അവിടെ നിന്നല്ലേ ഒരു ടെസ്റ്റ് ഉണ്ടായിട്ട് കേസിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് ദ്വാരപാല ശില്പം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇപ്പം അതിനുശേഷം കട്ടിളപ്പാടി അന്വേഷിക്കുന്നു, ഇപ്പോൾ കോൺക്രീറ്റ് കൊടിമര അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നു. ഞാൻ ഈ അറസ്റ്റിൻ്റെ ഡേറ്റ് ഞാൻ പറയാൻ കാര്യം, 3 മാസം ഗ്യാപ്പിലാണ് പോറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ടതും തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടതും. ഒരേ കേസിലേക്ക് പ്രതിയാക്കപ്പെട്ടു എന്ന അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടായതിൻ്റെ കാര്യം എന്താണ്? അത്രയും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കേസായിട്ട് ഇത് സ്വാഭാവികമായിട്ട് SITയുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുകയും തന്ത്രിയെ പോലെയുള്ള അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കേസിന് ആസ്പദമായ അതിൻ്റെ ബേസ് ഉണ്ടാവുക എന്ന കാര്യം പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഒരു തന്ത്രിയെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, ദൈവഹിതത്തിൽ നിന്ന് ആദ്യം തോന്നിച്ചത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ പാൻഡോറയുടെ പെട്ടി തുറന്ന പോലെയായി എന്ന് കോടതി പറഞ്ഞു. കടന്നൽ കൂട് പൊട്ടിച്ച പോലെയായി എന്നും കോടതി പറഞ്ഞു. ഇത് പറയാൻ കാര്യം എന്താണ്? ആദ്യം ഒന്ന് അന്വേഷിച്ച് എന്ന കാര്യം കുറച്ച് കാര്യമാണ്. ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതിങ്ങനെ അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഗൗരവമായ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയുന്നത്, അത് സ്ഥിരീകരിച്ച് ഞാൻ അങ്ങനെ പറയും ശരി. നേരത്തെ അദ്ദേഹം കോടതി മുമ്പാകെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്വർണത്തിൻ്റെ അളവ് ഇപ്പോൾ കൃത്യമായിട്ടുണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന അളവിനെ കുറിച്ച് SITക്ക് മുമ്പിലോ കോടതിക്ക് മുമ്പാകെയോ കൃത്യമായ രേഖയുണ്ടോ? ഇതൊരു പ്രശ്നമാണ്. ശ്രീ മധു മണിമല കുറെ കാര്യം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് രേഖകളുണ്ട് എന്നാണ്, ദേവസ്വം ബോർഡിൽ രേഖകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തെ സംബന്ധിച്ച്. ഞാൻ പറയുന്നത് അതിലൊക്കെ കുറച്ച് അവ്യക്തത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ അളവ് ഉണ്ടെങ്കിലാണ് ഇപ്പോൾ അളവുമായി താരതമ്യം ചെയ്തിട്ട് എത്രയാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ് ഇത് കണ്ടെത്താം. ഇങ്ങനെയെല്ലാം ഉള്ളൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ കേസിൻ്റെ എൻക്വയറി ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് ഓരോ സമയത്തും പരിശോധിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നുള്ളത് കൊണ്ട് അവർക്കറിയാം. പക്ഷെ ഒരു ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിന് ഇത് അറിയത്തില്ല. അതുകൊണ്ട് അവർ കമന്റ് പാസ്സാക്കും. പിന്നെ ഒരു കാര്യം ശേഷം തിരിച്ചു വന്നപ്പോൾ കൂടുതൽ സ്വർണം എത്തി എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പോൾ ശബരിമലയിൽ 25 ലക്ഷത്തിന് മേലെ ഒരു നിർമ്മാണം നടക്കണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. ഇതുപോലെ കുറേ വർഷമായി
ശബരിമലയിൽ ഏത് ഭരണകാര്യത്തിലും കോടതി മേൽനോട്ടമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ക്രൈം ഉണ്ടാവുന്ന സമയത്ത് കോടതി മേൽനോട്ടം അല്ലല്ല ഇത് കോടതി അല്ലല്ല ഇതെങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത്? അല്ല ശ്രീ എത്സല, ഇതിപ്പോൾ കോടതിയിലേക്ക് എത്തുന്നത് കോടതിയുടെ മേൽനോട്ടം അംഗീകരിച്ചില്ല എന്നുള്ളതാണല്ലോ പ്രശാന്തിനെതിരെ ആദ്യം കോടതി തിരിഞ്ഞത്. അതല്ല ഞാൻ പറയുന്നത്, അതല്ലെന്ന് ഞാൻ പറഞ്ഞ അതെ ഞാൻ പറയുന്നത്, ഞാൻ സ്മൃതിക്ക് തിരിഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ ക്രൈം ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ കോടതി മേൽനോട്ടം ഉണ്ട്. സാധാരണ ശബരിമലയുടെ പ്രവർത്തനങ്ങളിൽ ഭരണകാര്യങ്ങളിൽ അതിൻ്റെ മേൽനോട്ടം അന്നുണ്ട്. അപ്പം അന്ന് എന്താണ് അത്തരം നിയമ സംവിധാനത്തിന്റെ ഭാഗമായുള്ള മേൽനോട്ടക്കാരുടെ ഭാഗത്തുണ്ടായി വീഴ്ചയുണ്ടോ? സ്വാഭാവികമായിട്ട് ഭാവിയിൽ ഇതിങ്ങനെ എൻക്വയറി മുന്നോട്ട് പോയി എവിടം വരെ എത്തുന്നുള്ള കാര്യം നമുക്ക് എത്തും തുമ്പും ഇല്ലാത്ത പോലെ. പിന്നെ ഒരു കാര്യം റോജി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ ശ്രീ വി.ഡി. സതീശൻ കടകംപള്ളി സുരേന്ദ്രനെ ആക്ഷേപിച്ചു, അദ്ദേഹം കേസ് കൊടുത്തു, 128 ദിവസമായി. ഞാൻ ചോദിക്കുന്നത് കോടതി കേസ് വന്നപ്പോൾ എന്താണ് മലക്കം പറഞ്ഞു എന്തുകൊണ്ടാണ് ശ്രീ വി.ഡി. സതീശൻ മലക്കം പറഞ്ഞല്ലോ? എന്താ പറഞ്ഞത്? അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നുകൊണ്ട് അറിയാമായിരുന്നിരിക്കും എന്ന് ഞാൻ കരുതിയെന്നല്ലേ കോടതിയിലേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞത്? അല്ല, ഇദ്ദേഹത്തിന് പങ്കുണ്ട്, സ്വർണം കൊണ്ട് കൊടുത്ത വ്യാപാരി ഇദ്ദേഹത്തിന് അറിയാം എന്നെന്തേ തറപ്പിച്ച് കോടതി പറഞ്ഞില്ല? ഈ കേസ് കടകംപള്ളി കൊടുത്ത കേസ് പരിഗണിക്ക് വന്നപ്പോൾ. അപ്പൊ നിങ്ങളിങ്ങനെ പുകമറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചർച്ച ചെയ്യാത്തതിന്റെ കാര്യം അത് തന്നെയാണ്. പുകമറ നിലനിർത്താൻ വേണ്ടിയാണ് ചർച്ചയിലേക്ക് വരാത്തത്. ശരി. Debate with Smriti Parathikkad.